ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മഴ മുന്നറിയിപ്പ് എവിടേക്കാണെന്ന് നോക്കാം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ 7 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ കേരളം ഒന്നാകെ ഇന്നിപ്പോൾ കുടയെടുത്ത് പുറത്തിറങ്ങണമെന്നാണ്. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഇന്നിപ്പോൾ വ്യാപകമായ പരക്കെ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെ പ്രവചിക്കപ്പെടുകയാണ്. അപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകൾ, എന്തൊക്കെ കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കണം നിതിൻ? തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും മഴ അലേർട്ടുണ്ട്. 6 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, നമ്മുടെ കൊച്ചി റീജിയനിൽ വരുന്ന എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണുള്ളത്. അപ്പോൾ കൃത്യമായി കരുതിയിരിക്കണം, അല്ലെങ്കിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നൊക്കെ തന്നെ എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അവധികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ നല്ല മഴ എറണാകുളത്തുണ്ടായിരുന്നു. അവധി കിട്ടുമോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. പക്ഷേ എറണാകുളം ജില്ലയിൽ അവധിയൊന്നും നൽകിയിട്ടില്ല. ഏതായാലും ഈ മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണികണ്ഠൻചാൽ, ചപ്പാത്ത് ഭാഗത്തൊക്കെ സ്ഥിരമായി ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാവുകയും ആളുകൾ കുടുങ്ങിപ്പോകുന്നൊക്കെ സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഒരാളെ കാണാതാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം മലയോര മേഖലകളിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ വാഹനയാത്രകളും അധികം അനാവശ്യമായ യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കടലോര മേഖലകളുണ്ട്, അതായത് ഈ ഞാറയ്ക്കലടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതപ്പോൾ അത്തരം മേഖലയിലുള്ളവരും പൂർണ്ണമായി കരുതിയിരിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ, കോട്ടയം ജില്ലകളിലൊക്കെ തന്നെ ഓറഞ്ച് അലേർട്ടാണുള്ളത്. അപ്പോൾ അവിടെയുമെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. രാവിലെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. രാത്രി ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഒറ്റപ്പെട്ട രീതിയിൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ജിൽസി.